ഭാഗമായി വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചതിൽ പ്രതികരണവുമായി ബിജെപി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആലാപനം തടയാൻ ശ്രമിച്ചെന്നും പുതിയ നിയമത്തോടുള്ള ഭയം കാരണം മുഴുവൻ ആലപിക്കേണ്ടി വന്നെന്ന് അമിത് മാളവ്യ പരിഹസിച്ചു. ദേശീയഗാനത്തെ അവഹേളിക്കുന്നതിനെതിരെ ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ നിയമം നിലവിൽ വന്നതിന്റെ ഫലമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ സാംസ്കാരികവും പാരമ്പര്യവുമായ മൂല്യങ്ങളോട് ഗാന്ധി കുടുംബവും കോൺഗ്രസും എക്കാലവും പുലർത്തുന്ന വിമുഖതയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പോലും പുറത്തു വന്നതെന്നും ബിജെപി വിമർശിച്ചു. ആദ്യ വരികൾക്ക് ശേഷം ആലാപനം അവസാനിപ്പിക്കാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആംഗ്യം കാണിച്ചുവെങ്കിലും നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് ഒടുവിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ അവർ തയ്യാറായത്. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ AICC ആസ്ഥാനത്ത് പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് വെട്ടിലായിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇടപെട്ട് തടയാൻ നോക്കിയെങ്കിലും ദേശീയഗീതം ഗായക സംഘം പൂർണ്ണമായും ആലപിച്ചു. ആദ്യ 2 ചരണങ്ങൾ കഴിഞ്ഞും ആലാപനം തുടർന്നപ്പോൾ നേതാക്കൾ അസ്വസ്ഥരായി. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ലെന്ന സൂചനയോടെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും നോക്കി. ഈ സമയം മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെട്ടു. സേവാദൾ നേതാവിനെ വിളിച്ച് സോണിയ ശകാരിക്കുന്നതും കാണാമായിരുന്നു. മുൻപിലുണ്ടായിരുന്ന നേതാക്കളോടും ആലാപനം നിർത്താൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏതാണ്ട് അവസാന ചരണം എത്തുകയായിരുന്നു. കടുത്ത അതൃപ്തിയിലാണ് നേതാക്കൾ പിന്നീട് ചടങ്ങിൽ പങ്കെടുത്തത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ ഇടയായ സാഹചര്യം എന്തെന്ന് നേതൃത്വം വിശദീകരിച്ചില്ല. സംഘാടക തലത്തിൽ സംഭവിച്ച പിഴവാണെന്നാണ് സൂചന. പുറത്തുനിന്നെത്തിയ ഗായക സംഘത്തോട് എവിടെ വരെ പാടണമെന്ന നിർദ്ദേശം സംഘാടകർ നൽകിയിരുന്നില്ലെന്നാണ് സൂചന. ആലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പാർട്ടി വക്താവും AICC ജനറൽ സെക്രട്ടറിയുമായ ജയറാം രമേശ് സ്ഥിരീകരിച്ചു. ഏറെ നേരമായി നിൽക്കുന്ന മല്ലികാർജുൻ ഖാർഗെക്ക് കസേര കൊണ്ടുവരാൻ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടതെന്നാണ് ജയറാം രമേശിന്റെ പക്ഷം. അതേസമയം പാർലമെന്റിൽ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിനെതിരെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് രംഗത്തെത്തിയിരുന്നു. വർഗീയവാദികളെ പോലെ തന്നെ ആട്ടിൻതോലിട്ട് ഒറ്റുകാരെയും തിരിച്ചറിയുന്നുണ്ടെന്നാണ് M സ്വരാജ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് M സ്വരാജ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വന്ദേമാതരം ഇന്ന് കേവലം ഗീതം മാത്രമല്ല, സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആയുധമാണ്. ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധമാണത്. കോൺഗ്രസ് MPമാരായിരുന്ന ഇസ്ഫാൻ ജാഫ്രിയോട് നിഷ്ഠൂരമായി കൊന്നുകളയുന്നതിന് മുമ്പ് വർഗീയവാദികൾ ആജ്ഞാപിച്ചത് വന്ദേമാതരം ചൊല്ലാനാണ്. വൃദ്ധനായ ഇസ്ഫാൻ ജാഫ്രി ജീവൻ നൽകി പ്രതിരോധിച്ച വർഗീയവാദികളുടെ തിട്ടൂരത്തിന് മുന്നിലാണ് കോൺഗ്രസ് ഇന്ന് സാഷ്ടാംഗം പ്രണമിച്ച്. AICC ആസ്ഥാനത്ത് ദേശീയ നേതൃത്വം ഒന്നടങ്കം വിനീത വിധേയരായി നിന്ന് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചുവെന്നും സ്വരാജ് കുറ്റപ്പെടുത്തി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.